തൃശ്ശൂർ ആരധികാരത്തിൽ വരും? പാവങ്ങള് എങ്ങനെ ജീവിക്കും പൊടി പോലും ഉണ്ട് അവിടെ കാണാൻ. എനിക്കറിയില്ല. പേടിക്കണ്ട എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും നമ്മള്. ഹലോ അശ്വതി, നീ തൃശ്ശൂരുകാരിയാണ്. അപ്പൊ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് നീ ഏത് മണ്ഡലമാണ് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത്? CP അത് ഒറ്റ വാക്കിൽ പറയാം, തൃശ്ശൂർ മണ്ഡലം തന്നെയാണ്. കാരണം കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ സുരേഷ് ഗോപി പിടിച്ച മണ്ഡലമാണ്. അപ്പൊ ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് എനിക്ക് ഇങ്ങനെ ആകാംക്ഷയോടെയാണ്. ഒരു ആകാംക്ഷയുണ്ട്. അതെ, ഇവിടുത്തെ ആളുകൾ എന്താ ചിന്തിക്കുന്നത് നമുക്ക് ചോദിച്ചോ. അവരോട് തന്നെ ചോദിച്ചോക്കാം. പിണറായി തന്നെ വരുള്ളൂ. പിണറായി തന്നെ വരും. നമ്മള് പിണറായി ഉറപ്പാണ്. 100%. വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത്. അത്രേ ഉള്ളൂ. മാധ്യമങ്ങളും മറ്റുള്ള രാഷ്ട്രീയ കുത്തിത്തിരിപ്പുകളും പറയുന്ന പോലെയല്ല. ജനങ്ങൾക്ക് കണ്ണു തുറന്ന് നോക്കിയ വികസനം തീർച്ചയായിട്ടും കാണാൻ കഴിയും. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം പറയുകയാണെങ്കിൽ ആണല്ലേ. എന്തൊക്കെയാ ചെയ്തുള്ളത് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒരു 100%-ൽ ഒരു 99.9% നടത്തിയിട്ടുണ്ട്. ഇനി അത് തുടർന്ന് നടക്കണമെങ്കിൽ പിണറായി തന്നെ. തൃശ്ശൂർ ലോക്സഭയൊക്കെ സുരേഷ് ഗോപി പിടിച്ചില്ല. അപ്പൊ അതിന്റെ പ്രതിഫലം പൊടി പോലും ഉണ്ട് അവിടെ കാണാൻ. സുരേഷ് ഗോപി നാട്ടിലുള്ളതായിട്ട് തന്നെ തോന്നുന്നില്ല. ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ആളെ വിജയിച്ചു. ആള് MP ആയപ്പോ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലേ. കേന്ദ്രമന്ത്രിയായി. ഇതിപ്പോ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ആക്റ്റീവായി നിൽക്കുന്നത് ഇപ്പൊ നമ്മുടെ രാജേട്ടൻ തന്നെയാണ്. തൃശ്ശൂരിന്റെ സ്വന്തം മിനിസ്റ്റർ. അദ്ദേഹം അതായത് LDF തന്നെയാ എടുക്കുള്ളൂ. എനിക്കറിയില്ല. ശരി ചേച്ചി, താങ്ക് യു. അങ്ങനെ പറയാൻ പറ്റില്ല. സ്ഥാനാർത്ഥിയുള്ള നോക്കിയിട്ടാണ് ഇവിടെ. സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടായിരിക്കും വോട്ട് ചെയ്യാം. അതാ എല്ലാവരും അങ്ങനെ തന്നെ. ആര് വന്നാലും ജനങ്ങൾക്ക് നന്മയുണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ. കോൺഗ്രസ് ജയിച്ചാലും ആരും ജയിച്ചാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടിന് പൈസ കൊടുക്കാൻ അറിയാം. ജനങ്ങളെ കഷ്ടപ്പാട് പാവങ്ങള് എങ്ങനെ ജീവിക്കണമെന്ന് അറിയില്ല. ഒരു മരുന്നിന് കാശ് കൊടുക്കാൻ പെൻഷൻ കൊടുക്കില്ല, ഒന്നും കട്ടാക്കി വെക്കുന്നത്. ജനങ്ങൾക്ക് വേണം ബുദ്ധിമുട്ട് ചെയ്യാണ്ട്. ഈ ലോട്ടറി കച്ചവടം തുടങ്ങി 10 കൊല്ലേ. 10 കൊല്ലമായി. ആണല്ലേ. അങ്ങനെ ഒരു പ്രഭാവം ഉണ്ടല്ലേ. തൃശ്ശൂർ മണ്ഡലത്തില് BJP വരും. നല്ല പ്രവർത്തനം. BJP ആണല്ലോ ഇപ്പോ നല്ല പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നത്. ആക്ക് കൊടുത്താൽ അവനവന്റെ പയം തലനെ മാത്രമേ കാണുള്ളൂ. അപ്പൊ ഒന്ന് ചിരിക്കാൻ പറയുക. അത് കഴിഞ്ഞാൽ അവർ നമ്മളെ കണ്ടിട്ടേ ഇല്ല. എന്റെ അഭിപ്രായത്തില് ഇവിടെ മാർക്സിസ്റ്റ് തന്നെ വരും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിന്റെ മെയിനായിട്ടുള്ള തമ്മിൽ തല്ല് എന്ന് വെച്ചാൽ അവർ എന്ത് കിട്ടിയാൽ ആർക്കാണ് ഇപ്പോൾ മുഖ്യം അവരിപ്പോൾ തീരുമാനിച്ചില്ല. പക്ഷേ ഇത് കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് അധികാരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്തുണ്ടാവും, അവരൊരു പ്രശ്നത്തിലേക്ക് പോകും. CP, നിനക്ക് എന്താ തോന്നുന്നത്? അതായത് നമുക്ക് എവിടുന്ന് ഒരു കൃത്യമായ ഉത്തരം കിട്ടിയില്ല. പലരും പാർട്ടി നോക്കി വോട്ട് ചെയ്യും, പലരും ഈ പറയുന്ന പോലെ സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യും. അതുകൊണ്ട് ഒരു കൃത്യമായ ഉത്തരം കിട്ടിയില്ല. കൃത്യമായിട്ട് നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, അശ്വതി വിശ്വനാഥൻ, CP അഖില. ബൈ.